നിൽക്കുന്നേ? അത് ആരുടെ കവർ അച്ഛാ? അനുസരണവും ബ്രഹ്മചര്യവും ജീവിതവ്രതമാക്കിയ പരിശുദ്ധനും സന്യാസശ്രേഷ്ഠനുമായ അഭിവന്യ MC കുര്യാക്കോസ് റമ്പാച്ചന്റെ ജീവിത വഴികളിലൂടെ കടന്നുവരുവാൻ ഞങ്ങൾ സവിനയം ശ്രമിക്കട്ടെ. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് എന്ന മനോഹരമായ ഗ്രാമം. അവിടെ പാത്താമുട്ടം കരയിൽ പുരാതനമായ മാളികയിൽ കുടുംബം. 1901 ഓഗസ്റ്റ് മാസം 31 തീയതി മാളികയിൽ പുന്നൂസ് ചാക്കോയുടെയും അക്കാമയുടെയും ദ്വിതീയ പുത്രനായി കോറിക്കൊച്ച് അഥവാ MC കോര എന്ന MC കുര്യാക്കോസ് റമ്പാച്ചൻ പൂജാതനായി. അനുസരണവും ബ്രഹ്മചര്യവും ജീവിതചര്യയാക്കിയ വന്യനായ MC കുര്യാക്കോസ് റമ്പാച്ചൻ യഥാർത്ഥത്തിൽ മാളികയിൽ നിന്നും മലമുകളിലേക്ക് കുടിയേറിയ ശ്രേഷ്ഠനായ ഋഷിവര്യനായിരുന്നു. വാകത്താനം വലിയ പള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതൃ ഇടവക. പൂർവികരുടെ ആത്മീക ജീവിതത്തെ പിൻപറ്റിയ MC കോരയ്ക്ക് തന്റെ ബാല്യവും യൗവനവും ദൈവാശ്രയബോധത്തിൽ വളരുവാൻ സഹായകരമായി. ആരാധനയും പഠനവും അദ്ദേഹത്തിന്റെ സേവന മേഖലകളിലും പ്രതിഫലിച്ചു. ബാല്യകൗമാര വിദ്യാഭ്യാസങ്ങൾ വാകത്താനം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ആയിരുന്നു. ഇന്റർമീഡിയറ്റ് കോട്ടയം സീമൻസ് കോളേജിലും ബിരുദ പഠനം തൃശ്ശിനാപ്പള്ളി SPG കോളേജിലും അദ്ദേഹം പൂർത്തീകരിച്ചു. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവായിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ പോലെ ലാളിത്യവും ജീവിതവിശുദ്ധി, വ്രതനിഷ്ഠയും ദൈവഭയവും പ്രാർത്ഥനാ ജീവിതവുമുള്ള ഒരു സന്യാസിയായി ജീവിക്കണമെന്ന് അദ്ദേഹം ബാല്യത്തിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു. 21ാമത്തെ വയസ്സിൽ അധ്യാപകനായി തീർന്ന MC കോര അനേകർക്ക് മാർഗം പകർന്നു കൊടുക്കുന്ന ഒരു നല്ല അധ്യാപകൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ സന്യാസ ജീവിതത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജോലി രാജിവെക്കുകയും 1929 ഏപ്രിൽ മാസം 7 തീയതി പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിൽ നിന്ന് MC കുര്യാക്കോസ് എന്ന പേരിൽ ഷമ്മാശപട്ടം സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് 1930 അദ്ദേഹത്തിൽ നിന്ന് തന്നെ കശീശ പട്ടവും കെട്ടപ്പെട്ടു. ആദ്യമായി വികാരിയായി ചുമതലയേറ്റത് കവിയൂർ സ്ലീബ പള്ളിയിലായിരുന്നു. അങ്ങനെ സത്തമനായ സന്യാസി ഉത്തമനായ ഇടയശ്രേഷ്ഠനായി. അക്കാലത്ത് രൂക്ഷമായിരുന്ന നവീകരണ സഭയിലേക്കുള്ള കുത്തൊഴുക്കിന് തടയിടുവാൻ അഹോരാത്രം പോരാടിയ വിശ്വാസധീരനായിരുന്നു MC കുര്യാക്കോസ് കശീശ. ഇന്ന് പരിശുദ്ധ സഭയുടെ ജീവനാഡികളിൽ ഒന്നായ വനിതാ സമാജം അഥവാ മർത്തമറിയം സമാജം എന്ന ആത്മീക സംഘടന സ്ത്രീകളുടെ ആത്മീക ഉന്നമനത്തിനായി സഭയിൽ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട റമ്പാച്ചനാണ്. 1935 അദ്ദേഹം പാത്താമുട്ടം സ്ലീബ പള്ളിയും അതോട് ചേർന്ന് മനോഹരമായ ഒരു ദയറായി സ്ഥാപിച്ചു. 1936 സ്ലീബ പെരുന്നാൾ ദിവസം സ്ലീബ പള്ളിയിൽ വെച്ച് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയിൽ നിന്ന് റമ്പാസ്ഥാനവും സ്വീകരിച്ചു. 1943 പാത്താമുട്ടം ദേശത്ത് വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ ഒരു ചാപ്പലും ബഹുമാനപ്പെട്ട റമ്പാച്ചൻ സ്വന്തമായി സ്ഥാപിച്ചു. 3 വർഷക്കാലം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമുദായ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട റമ്പാച്ചൻ പ്രവർത്തിച്ചു. ആ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ട ഏക വൈദികൻ അദ്ദേഹം മാത്രം ആയിരുന്നു. സുറിയാനി ഭാഷാ പണ്ഡിതനായ കുര്യാക്കോസ് റമ്പാച്ചൻ മികച്ച വാഗ്മിയും ധ്യാനഗുരുവും എഴുത്തുകാരനും ഗാനരചയിതാവും ആയിരുന്നു. പ്രാർത്ഥനായോഗമിത്രം അദ്ദേഹം സഭയ്ക്ക് നൽകിയ സംഭാവനകളിൽ അമൂല്യമായ ഒന്നാണ്. മലങ്കര സഭയിൽ ആഗമാനം പ്രദക്ഷിണങ്ങൾക്ക് ആലപിക്കുന്ന സ്വർഗാരാജിയ സിംഹാസനമേറി എന്ന് തുടങ്ങുന്ന ഗീതം അദ്ദേഹം രചിച്ച ഗാനങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒന്നാണ്.
10ഓളം ഈടുറ്റ ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു ബഹുമാനപ്പെട്ട റമ്പാച്ചൻ. ആത്മനിക്ഷേപം, പ്രാർത്ഥനയോഗമിത്രം, 8 നോമ്പിൽ, നമ്മുടെ അമ്മ, ബഥേലിലെ താമര, മാർത്തോമാ ശ്ലീഹ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞ ഗ്രന്ഥങ്ങൾ ആയിരുന്നു. പ്രസിദ്ധമായ നിലയ്ക്കൽ കൺവെൻഷൻ ഉൾപ്പെടെ പല കൺവെൻഷനുകളുടെയും അമരക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട റമ്പാച്ചൻ. റമ്പാച്ചന്റെ സത്യസന്ധതയും സ്ഥിരോത്സാഹവും നന്നായി മനസ്സിലാക്കിയതിനാലാണ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവ അഥവാ കുറിച്ചി ബാവ നിരണം പള്ളിയിൽ നിന്ന് മോഷണം പോയി വികലമാക്കപ്പെട്ട പൊന്നിൻ കുരിശ് പുനർനിർമ്മിക്കുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത്. മലങ്കര സഭയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിദാനമായ കാതോലിക്കാനിധി എന്ന മഹത്തായ ആശയം വന്യ കുര്യാക്കോസ് റമ്പാച്ചന്റെ സംഭാവനയാണ്. മലങ്കര സഭയുടെ സ്വത്വവും സ്വാതന്ത്ര്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച റമ്പാച്ചൻ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ധീര പോരാളിയും ആയിരുന്നു. പഴയ സെമിനാരിയുടെ മാനേജർ, പൗരസ്ത്യ കാതോലിക്കറ്റ് നിധിയുടെ സംരംഭകൻ, ഓഫീസ് സെക്രട്ടറി, സമുദായ സെക്രട്ടറി, കുണ്ടറ MGD ഹൈസ്കൂളിൻ്റെ പ്രാദേശിക മാനേജർ, മലങ്കര സഭ മാസികയുടെ മാനേജരും പത്രാധിപരും, കോട്ടയം മെത്രാസന സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചു. ബഹുമാനപ്പെട്ട റമ്പാച്ചന്റെ സമകാലീനരിൽ പ്രമുഖരായിരുന്നു പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയും ബഹുമാനപ്പെട്ട CP ചാണ്ടിസാറും പട്ടശ്ശേരിൽ അലക്സാന്ദ്രിയോസ് കോർപ്പിസ്കോപ്പ അച്ഛനും. വന്ദ്യനായ റമ്പാച്ചൻ നല്ല ഒരു ശിഷ്യനും ഉത്തമനായ ഒരു ഗുരുവും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യ സമൂഹത്ത് ഏറെ അമൂല്യമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാൾ ഈ ഇടവക അംഗമായിരുന്ന കാലം ചെയ്ത പുണ്യശ്ലോകനായ ഡോക്ടർ സ്തേഫാനോസ് മാർ തേവോദിസൂസ് തിരുമേനിയാണ്. ജീവിച്ചിരുന്ന ഇടത്തുനിന്ന് തന്നെ ഉത്തമനായ ശിഷ്യനെ കണ്ടെത്തുവാൻ വന്ദ്യനായ റമ്പാച്ചന് ഭാഗ്യം ലഭിച്ചു. ഒരു മനുഷ്യൻ എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല, എപ്രകാരം ജീവിച്ചു എന്നതിനാണ് പ്രസക്തി. വന്ദ്യനായ MC കുര്യാക്കോസ് റമ്പാച്ചന്റെ ശവസംസ്കാര വേളയിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പുണ്യശ്ലോകനായ തോമാമാർ ദേവനാസുസ് തിരുമേനി നടത്തിയ ചരമപ്രസംഗത്തിൽ റമ്പാച്ചനെ പറ്റി അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: വന്ദ്യനായ റമ്പാച്ചൻ ഒരു കശീശയായി നന്നായി ഭരിച്ചു, ഡേറാക്കാരനായി നന്നായി ജീവിച്ചു, ഭക്തനായി നന്നായി മരിച്ചു. രാത്രിയിലെ ഭയത്തിനോ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾക്കോ ഉച്ചയിലൂറുന്ന കാറ്റിനോ പിന്തിരിപ്പിക്കാനാവുന്നതല്ലായിരുന്നു ആ ദൈവസ്നേഹിയുടെ സഭാസ്നേഹവും ദൈവവിശ്വാസവും. 1958 ജൂലൈ മാസം 19-ാം തീയതി താപസശ്രേഷ്ഠനും പുണ്യവാനും പരിശുദ്ധനുമായ റമ്പാച്ചൻ കാല യവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞു. മലയപ്പള്ളിയിലെ മാർഗദീപം നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. ജൂലൈ മാസം 20-ാം തീയതി വന്ദ്യനായ MC കുര്യാക്കോസ് റമ്പാച്ചന്റെ ഭൗതിക ശരീരം സ്ലീവാപ്പള്ളിയുടെ മണ്ണിനോട് അലിഞ്ഞു ചേർന്നു. പരിശുദ്ധനായ പാമ്പാട് തിരുമേനിയും അനേകം വൈദിക ശ്രേഷ്ഠരും അഭിമന്യ പിതാക്കന്മാരും ആയിരക്കണക്കിന് വിശ്വാസി സമൂഹവും ആ പുണ്യപിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു. തൻ്റെ ആത്മീക മക്കൾക്ക് മുഴുവൻ ആത്മദീപമായ റമ്പാച്ചന്റെ വിയോഗം പാത്താമുട്ടം ദേശത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. നുറുങ്ങിയ ഹൃദയത്തോടെ പാത്താമുട്ടം സ്ലീബാപ്പള്ളിയിലെ ആ കബറിടത്തിൽ എത്തുന്ന നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് വിശ്വാസികൾക്ക് വന്ദ്യ റമ്പാച്ചന്റെ മധ്യസ്ഥത കാവലും കോട്ടയും അഭയവുമായി ഇന്നും നിലകൊള്ളുന്നു. തങ്ങളുടെ പുണ്യപിതാവിന്റെ ഓർമ്മയെ അതിശ്രേഷ്ഠമായി ഇന്നും തലമുറകൾ കൊണ്ടാടി വരുന്നു.